വീട്ടിലുള്ള രോഗികൾക്ക് മരുന്ന് കൃത്യമായ സമയത്ത് കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ മരുന്നിന്റെ പേര്, ഡോസ്, സമയം ഇതൊന്നും ഒരിക്കലും മാറാൻ പാടില്ല. കൃത്യമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം, രാത്രി ഇങ്ങനെ എഴുതിയിട്ടുള്ള കുറിപ്പുകൾ കൃത്യമായി ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ടാണ് മരുന്നുകൾ കൊടുക്കേണ്ടത്. ഒരിക്കലും ഇത് തെറ്റിപ്പോവാതിരിക്കുക. മരുന്ന് കഴിക്കാൻ മറവിയുണ്ട്. കൃത്യമായ സമയത്ത് എല്ലാ ദിവസവും കൃത്യമായ സമയം പാലിക്കുക. ഓരോ മരുന്നുകൾക്ക് കൃത്യമായ സമയം പാലിച്ചാണ് കൊടുക്കേണ്ടത്. മരുന്ന് കഴിക്കാൻ കൃത്യമായി സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ അലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് മരുന്ന് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി അത് ഒരാളിൽ മാത്രം നിക്ഷേപിക്കുക. അത് ഒരാളെ മാത്രം ഏർപ്പാടാക്കുക. പലരും ഈ മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പലരെയും ഇൻവോൾവ്മെന്റ് വന്ന ഒരാളിൽ കൂടുതൽ മരുന്നിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് വന്ന ഡോസുകൾ മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൾക്ക് മാത്രം മരുന്നിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. നമ്മുടെ വീട്ടിലായാലും അച്ഛന്റെ ആയാലും അമ്മയുടെ ആയാലും ആരാണ് മരുന്നിന്റെ കാര്യങ്ങൾ നോക്കണേ അത് കൃത്യമായി ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. കൃത്യമായി മരുന്നുകൾ കൊടുക്കുന്നത് ഒരു ചാർട്ട് വരച്ച് ഒരു നോട്ട്ബുക്കിലെങ്കിലും കൃത്യമായി എഴുതി വെക്കുന്നത് നന്നാവും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മരുന്ന് കഴിക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു രാവിലെ കഴിക്കുന്ന മരുന്നാണ്. നമ്മൾ പെട്ടെന്ന് സാധാരണ എല്ലാ ദിവസവും 9 മണിക്ക് കഴിക്കേണ്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ മറന്നുപോയി. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പൊ തന്നെ മരുന്ന് കഴിക്കാവുന്നതാണ്. പക്ഷെ 2 ഡോസ് ഒരുമിച്ച് കഴിക്കരുത്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം കഴിക്കേണ്ട മരുന്നായിരുന്നു. രാവിലെ കഴിച്ചിട്ടില്ല, വൈകുന്നേരവും കഴിച്ചില്ല, രാത്രി 10 മണിക്ക് ശേഷമാണ് അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിന് എഴുന്നേൽക്കുക പെട്ടെന്ന് ഓർമ്മ വരും മരുന്ന് കഴിച്ചിട്ടില്ല. 2 മരുന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു മരുന്ന് മാത്രം ഓർമ്മ വരുമ്പോൾ ഒരു ഡോസ് മിസ്സായത് അതുപോലെ തന്നെ മിസ്സാക്കുക. അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പൊ ഒരു ഡോസ് മാത്രമാണ് കഴിക്കണം. കൂടുതൽ ഡോസുകൾ മിസ്സാവുകയാണെന്ന് കൃത്യമായി ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവിലെ മരുന്ന് 9 മണിക്ക് കഴിക്കേണ്ട മരുന്ന് നമ്മൾ മറന്നുപോയി ഉച്ചയ്ക്കാണ് ഓർമ്മ വരുന്നത് എങ്കിൽ ഉച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പൊ വൈകുന്നേരമാണ് ഓർമ്മ വരുന്നത്, വൈകുന്നേരം ആ മരുന്ന് തന്നെ വേറൊരു ഡോസ് കൂടി കഴിക്കാനുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ആ ഡോസ് മാത്രം കഴിച്ചാൽ മതി. 2 ഡോസ് ഒരുമിച്ച്, അതായത് 2 ടാബ്ലറ്റ് ഒരുമിച്ച് ഒരിക്കലും കഴിക്കാതിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കൂടുതൽ ഡോസുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്, BP, ഷുഗർ, സ്ട്രോക്ക് തുടങ്ങിയുള്ള അസുഖങ്ങളൊക്കെ മരുന്നുകൾ അധികം മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ അറിയിക്കേണ്ടതാണ്.